കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, കൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോ, റേഡിയോ പ്രിയോ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം, അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം, പൂനമ്മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. അവസാനിച്ചു എന്ന് നമ്മൾ കരുതുന്ന പലതിൽ നിന്നും ഒരു ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസം ഈസ്റ്റർ. ഈ ഈസ്റ്റർ ദിനത്തിൽ നിങ്ങൾക്കായി റേഡിയോ പ്രിയർ അവതരിപ്പിക്കുന്നു 6Cയോടും ഹെമി ടീച്ചറിനോടുമൊപ്പം ഞാൻ എലേന ബേസിലിൻ, സൈനിങ് ഇൻ. നാദം, കുഞ്ഞുങ്ങൾ തന്നാദം. റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. യേശുവിൻ്റെ മരണത്തോടെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും തകർന്ന ശിഷ്യരോടും ലോകത്തോടും ക്രിസ്തു നൽകുന്ന സന്ദേശം ഇതാണ്: ജീവിതം സഹനത്തിൻ്റെ തീച്ചുളയിലോ കല്ലറയുടെ ശൂന്യതയിലോ അവസാനിക്കാനുള്ളതല്ല. എല്ലാം അവസാനിച്ചു എന്നു കരുതി നിരാശയുടെ ശവകുടീരങ്ങൾക്ക് മുന്നിൽ കുമ്പിട്ടിരിക്കാതെ ഉയർപ്പിൻ്റെ പ്രത്യാശയിലേക്ക് കണ്ണുകളുയർത്തുവാൻ ഈശോ ഈ ഉയർപ്പ് തിരുനാൾ വഴി നമ്മെ ക്ഷണിക്കുന്നു. ഉയർപ്പ് തിരുനാളിൻ്റെ സന്ദേശം നമുക്ക് നൽകുന്നത് റവറൻഡ് ഫാദർ അഗസ്റ്റിൻ പുതിയകുളങ്ങര OCD ആണ്. അച്ഛൻ ചെറുപുഷ്പൻ മാഗസിൻ്റെ മുൻ ചീഫ് എഡിറ്ററും ഇപ്പോൾ മഞ്ഞുമ്മൽ CRC ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ അച്ഛനുമാണ്. അച്ഛൻ്റെ വാക്കുകൾക്കായി നമുക്ക് കാതോർക്കാം. ഉത്ഥിതനായ യേശുവിൻ്റെ സന്ദേശമാണ് ഈസ്റ്റർ നമുക്ക് നൽകുന്നത്. ഉത്ഥിതനായ ഈശോ പറയുന്നത്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, ഞാൻ വഴിയാണ്, സത്യമാണ്, ജീവനാണ്. അതെ, യേശു വഴിയും സത്യവും ജീവനുമായി കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്തു എന്ന് പ്രഘോഷിക്കുന്ന ഉത്സവമാണ് ഈസ്റ്റർ. മരണത്തിൽ ജീവിതം അവസാനിക്കുന്നില്ല, മരണത്തിനപ്പുറത്തേക്ക് ഒരു ജീവിതമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്ന വലിയ തിരുനാളാണ് ഈസ്റ്റർ തിരുനാൾ. ജീവിതത്തിൽ നിരാശകൾ ഉണ്ടാകുമ്പോൾ, ജീവിതത്തിൽ സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ, ദുഃഖവെള്ളികൾ ഉണ്ടാകുമ്പോൾ, കുരിശിൻ്റെ വഴികൾ ഉണ്ടാകുമ്പോൾ, മരണവും വേദനയും സങ്കടവും കണ്ണുനീരുമൊക്കെ ഉണ്ടാകുമ്പോൾ അത് ജീവിതത്തിൻ്റെ അന്ത്യമല്ല. അതിനപ്പുറത്തേക്ക് എന്തോ ഒരു നന്മ സുദൃഢമായും സുനിശ്ചിതമായും വരാനിരിക്കുന്നുണ്ട് എന്ന് ഈസ്റ്റർ പറയുന്നു. ഓശാന ഞായറാഴ്ച ആഹ്ലാദ പ്രകടനങ്ങളോടെ യേശുവിനെ സ്വീകരിച്ചവർ യേശുവിനെ കുരിശിൽ തറയ്ക്കുമ്പോൾ, മരിക്കാൻ വിടുമ്പോൾ, ഈ ഭൂമിയിലുള്ള ബന്ധങ്ങൾ അവസാനിച്ചു പോയാലും ദൈവവുമായിട്ടുള്ള മനുഷ്യൻ്റെ ബന്ധം നിലനിർത്തേണ്ടതാണെന്നും അത് പ്രാധാന്യമുള്ളതാണെന്നും ഈസ്റ്റർ ഓർമ്മപ്പെടുത്തുന്നു. ഹലോ, ചെക്ക് ചെക്ക്. ഓക്കെ, ചോദ്യം നമ്പർ 1, ഈസ്റ്റർ എന്നാൽ എന്ത്? ഉത്തരം അറിയില്ല അല്ലേ? ഞാൻ തന്നെ പറഞ്ഞുതരാം. വസന്തകാലം എന്നാൽ ഒരു പുതിയ തുടക്കത്തിന്റെ കാലമാണ്. മരങ്ങൾ പൂക്കുകയും പ്രകൃതിയെല്ലാം മനോഹരമായി നിൽക്കുന്ന കാലം. ഈ കാലഘട്ടത്തിലാണ് ഈസ്റ്റർ ആഘോഷിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ആഘോഷമാണ് ഈസ്റ്റർ. ക്രൈസ്തവ മതവിഭാഗം മാത്രമല്ല, വിവിധ ജാതിയിലുള്ളവർ ലോകമെമ്പാടും ഈസ്റ്റർ ആഘോഷിക്കുന്നുണ്ട്. ഈശോ ഉദ്ധാനത്തിലൂടെ മരണത്തിന്റെ ശക്തികളെ തകർക്കുന്നു. പാപത്തിന്റെ ശക്തികളെ തകർത്തുകൊണ്ട് ഈശോ നമ്മോടൊപ്പം ഉണ്ട് എന്ന വലിയ വിശ്വാസമാണ് ഉദ്ധാനത്തിലൂടെ ലഭിക്കുന്നത്. ലോകത്തിനെ തിന്മകളിൽ നിന്ന് രക്ഷിക്കുവാനായി ദൈവപുത്രനായ ഈശോ കുരിശിൽ കിടന്ന് മരിച്ച് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അന്നാണ് ഈസ്റ്റർ ആഘോഷിക്കുന്നത്. ഈസ്റ്ററിന് ക്രിസ്ത്യൻ മക്കൾ 50 ദിവസം നോമ്പെടുത്ത് പ്രാർത്ഥിച്ച് ധ്യാനിച്ച് തങ്ങളുടെ രക്ഷകനെ വരവേൽക്കുന്നു.
ഈസ്റ്റർ എന്ന വാക്കിന്റെ അർത്ഥം ഈസ്റ്റ് എന്ന ദേവതയിൽ നിന്നാണ് വന്നത്. പണ്ട് എല്ലാ വസന്തകാലത്തും ഈസ്റ്റ് എന്ന ദേവതയെ ആരാധിക്കുന്നത് പതിവായിരുന്നു. ഇതിന്റെ ചിഹ്നം ഒരു മുയലായിരുന്നു. ഫലഭൂഷ്ടിയുടെ ചിഹ്നമായിട്ടാണ് അത് കണ്ടിരുന്നത്. അതുപോലെ മുട്ട ഒരു പുതിയ ജീവിതത്തിന്റെ പ്രതീകമായിട്ടാണ് കാണുന്നത്. മുട്ടയും മുയലും പുതിയ ജീവിതത്തെ പ്രതികരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആചാരങ്ങളും പാരമ്പര്യങ്ങളും ഉണ്ട്. ഭീമാകാരമായ മുട്ടയിൽ നിന്നാണ് ഭൂമി ഉണ്ടായത് എന്ന് ചില സംസ്ഥാനങ്ങൾ സൂചിപ്പിക്കുന്നു. വസന്തകാലത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈസ്റ്ററിനെ മുട്ടയ്ക്ക് തിളക്കമാർന്ന കളറുകൾ നൽകാറുണ്ട്. ഗ്രീസിൽ ഈസ്റ്റർ മുട്ടയ്ക്ക് സാധാരണ ചുവപ്പ് നിറമാണ് നൽകുന്നത്. ചുവപ്പ് യേശുവിന്റെ രക്തത്തെയാണ് സൂചിപ്പിക്കുന്നത്. ജർമ്മനിയിൽ ഈസ്റ്റർ മുട്ടകൾക്ക് പച്ച നിറം നൽകാറുണ്ട്. റഷ്യയിലും യുക്രൈനിലും മുട്ടകൾക്ക് സ്വർണ്ണ നിറവും വെള്ളിയും നിറവും നൽകാറുണ്ട്. ചില രാജ്യങ്ങളിൽ ഈസ്റ്ററിന് മുട്ട ഉരുളുന്ന മത്സരങ്ങൾ നടത്താറുണ്ട്. എന്തെന്നാൽ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പാണ് ഈസ്റ്റർ. ഏവർക്കും ഈസ്റ്റർ ആശംസകൾ. Easter. Easter is a special holiday in spring. Many people celebrate Easter with their family and friends. It is a happy time with colorful eggs, chocolates, and fun activities. One popular activity is the Easter egg hunt. Parents hide eggs in the gardens or house. Children look for the eggs and put them in baskets. Some eggs are real and some are made of chocolate or plastic. Another fun tradition in painting eggs. People use bright colors to make the eggs beautiful. Some families also eat a big meal together. There are flowers, bunnies, and chicks everywhere. Easter is a time for joy and new beginnings. People enjoy time for all together. പൂനം മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. വാവ്, എന്ത് ടേസ്റ്റാണ് കൊഴുക്കട്ടക്ക്. നിങ്ങൾ തിന്നാ? ഞാൻ ഒറ്റയിരിപ്പിന് 5 ആത്താക്കി. ഇത്ര ടേസ്റ്റുള്ള സാധനം എന്താ ഇപ്പം ഉണ്ടാക്കിയേ? ഇതിന് പിന്നിൽ എന്തോ രഹസ്യമുണ്ടല്ലോ. എനിക്കറിഞ്ഞൂടാ. ജുവലിനറിയാന്നൊക്കെ പറയാനുണ്ടായിരുന്നു. നിങ്ങക്ക് കേൾക്കണോ? എന്നാ ഞാൻ സെറ്റാക്കാം. ജുവലെ, ആ രഹസ്യങ്ങൾ പരസ്യാക്കിയേ. കൊഴുക്കട്ട ശനി. പല സിറിയൻ ക്രിസ്ത്യൻ കുടുംബങ്ങളിലും ഈ ദിവസം ഇങ്ങനെയാണ് അറിയപ്പെടുന്നത്. കൊഴുക്കട്ട ഉണ്ടാക്കി ആഘോഷിക്കുന്നതിന് പിന്നിൽ പല കഥകളാണ്. യേശു ലാസറിൻ്റെ ഭവനത്തിൽ ചെന്നപ്പോൾ മറിയം യേശുവിൻ്റെ അരികിലിരുന്ന് യേശു പറയുന്നതെല്ലാം ശ്രദ്ധിച്ചു. എന്നാൽ മാർത്തയാകട്ടെ യേശുവിനെ സൽക്കരിക്കുവാൻ എന്തുണ്ടാക്കണമെന്ന് ആലോചിച്ച് ആകുലതയോടെ നടന്നു. അങ്ങനെ തിടുക്കത്തിൽ വീട്ടിലുണ്ടായിരുന്ന അരിപ്പൊടി കുഴച്ച് ചെറിയ ഉരുളകളുണ്ടാക്കി തേങ്ങയും ശർക്കരയും വിളയിച്ച് മധുര ചേരുവയും കൂട്ടിച്ചേർത്ത് ഉരുളകളുണ്ടാക്കിയെടുത്തു. അങ്ങനെ കൊഴുക്കട്ട ഉണ്ടായി. ഇതുമാത്രമല്ല, മറ്റൊരു കഥയും കൊഴുക്കട്ട ശനിക്ക് പിന്നിൽ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ലാസർ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റതിന് ശേഷം അതിൻ്റെ ആഘോഷത്തിൻ്റെ ഭാഗമായി ഇതുപോലെ ഉരുളകളുണ്ടാക്കി പങ്കിട്ടിരുന്നുവത്രേ. കൊഴുക്കട്ട ഉണ്ടാക്കുന്നതിന് വേറെയൊരു കഥ കൂടിയുണ്ട്. യേശുവിനെ എറിയാനെടുത്ത കല്ലുകളുടെ ഓർമ്മപ്പെടുത്തലും കൂടിയായി കൊഴുക്കട്ടയെ ചിത്രീകരിക്കാറുണ്ട്. യേശു ക്രിസ്തു തന്റെ പീഡാസഹനങ്ങൾക്കും മരണത്തിനും തയ്യാറായി ജെറുസലേമിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭത്തെയാണ് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ ഓശാന ഞായറായി ആഘോഷിക്കുന്നത്. സക്കറിയ പ്രവാചകന്റെ പ്രവചനങ്ങളിൽ പ്രതിപാദിക്കുന്നത് പോലെ കഴുതയുടെയും കഴുതക്കുട്ടിയുടെയും പുറത്ത് യേശു ക്രിസ്തു സമാധാന രാജാവായി ജെറുസലേമിലേക്ക് എഴുന്നള്ളുകയാണ്. അവിടത്തെ കണ്ട് ജെറുസലേം നിവാസികൾ ആർത്തി വിളിക്കുന്നു. പൂനം മാവിൻ നാദം, കുഞ്ഞുങ്ങൾ തന്നാദം, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ, റേഡിയോ പ്രിയോർ. കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൽ പ്രത്യേകിച്ച് പെസഹ അപ്പം എന്നൊരു ആചാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പെസഹ അപ്പം അല്ലെങ്കിൽ കുരിശിൻ്റെ അപ്പം മൗണ്ടി തീസ്റ്റേ എന്ന പെസഹ ദിവസത്തിൽ ക്രൈസ്തവ കുടുംബങ്ങളിൽ പ്രത്യേകമായി തയ്യാറാക്കി വരുന്നു. പെസഹ അപ്പം സായാഹ്നത്തിൽ കുടുംബം ഒരുമിച്ച് കൂടുമ്പോൾ
ആ ചടങ്ങിൻ്റെ ഭാഗമായി മുറിച്ച് കഴിക്കപ്പെടുന്നു. ഈ ആചാരം ക്രിസ്തുവിൻ്റെ അവസാന അത്താഴ വിരുന്നിൽ നിന്നുള്ള ഓർമ്മയായി തുടരുന്നു. ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായി പുളിപ്പില്ലാത്ത അപ്പം പങ്കിട്ടതിൻ്റെ സ്മരണാർത്ഥമാണ് ഈ ആചാരം. പെസഹ അപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ജുവൽ നമ്മളോട് പറയുന്നു. നമസ്കാരം. ഇന്ന് നമുക്ക് പെസഹ അപ്പവും പാലും തയ്യാറാക്കിയാലോ? ആദ്യമായി നമുക്ക് പെസഹ അപ്പം തയ്യാറാക്കാം. അതിനു വേണ്ട ചേരുവകൾ: അരിപ്പൊടി 2 കപ്പ് വറുത്തത്, തേങ്ങ ചിരകിയത് 1/4 കപ്പ്, ഉഴുന്ന് 1 പിടി വെള്ളത്തിൽ കുതിർക്കണം, ചുവന്നുള്ളി 5-6 എണ്ണം, വെളുത്തുള്ളി 2 അല്ലി, ജീരകം 1/4 സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്, വെള്ളം ആവശ്യത്തിന്. തയ്യാറാക്കുന്ന വിധം: ആദ്യം തന്നെ വെള്ളത്തിൽ കുതിർത്ത ഉഴുന്ന് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കണം. ഇതിനു പുറമെ ചിരകിയ തേങ്ങയും ജീരകവും പരുക്കനായി വേറെ തന്നെ അരച്ചെടുക്കണം. ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇതുപോലെ വേറെ തന്നെ അരച്ച് കുഴമ്പ് രൂപത്തിലാക്കണം. പിന്നീട് ഒരു വലിയ പാത്രത്തിൽ അരിപ്പൊടിയെടുത്ത് ഇതിലേക്ക് അരച്ചു വച്ച ഉഴുന്നും തേങ്ങയും ചുവന്നുള്ളി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കുഴച്ചെടുക്കുക. അടയും മറ്റും ഉണ്ടാക്കുന്നതിനായി ഉരുളകൾ ഉണ്ടാക്കുന്നത് പോലെ കുഴച്ചാൽ മതിയാവും. ഈ കൂട്ട് 3 മണിക്കൂറെങ്കിലും വയ്ക്കാം. ശേഷം മാവ് ഉരുളകളാക്കി ചെറിയ വാഴയിലകളിൽ പരത്തിയ ശേഷം വാഴയില മടക്കി അപ്പച്ചെമ്പിൻ്റെ തട്ടിൽ വെച്ച് വേവിക്കാം. ഇതിൻ്റെ മുകളിലായി കുരുത്തോല കൊണ്ട് കുരിശ് ഉണ്ടാക്കി വയ്ക്കാം. ഇത് 15 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കുക. നമ്മുടെ പെസഹ അപ്പം തയ്യാർ. ഇനി നമുക്ക് പാൽ തയ്യാറാക്കാം. അതിനായി ആവശ്യമായ ചേരുവകൾ: തേങ്ങ 3 എണ്ണം, ശർക്കര 1 കിലോ, ഏലക്ക 10 എണ്ണം, ചുക്ക് 1 ഇഞ്ചിൻ്റെ 2 കഷ്ണം, ജീരകം 1 ചെറിയ സ്പൂൺ, ഉപ്പ് ആവശ്യത്തിന്. തയ്യാറാക്കുന്ന വിധം: തേങ്ങ നന്നായി അരച്ച് പിഴിഞ്ഞ് തേങ്ങാപ്പാൽ എടുക്കുക. പാലിൽ ശർക്കര ഉരുക്കിയ പാനി അരച്ചതും ചുക്കും ജീരകവും ഏലക്കാപ്പൊടിയും ഉപ്പും ചേർത്ത് അടുപ്പിൽ വച്ചിളക്കി കുറുക്കി എടുക്കുക. തയ്യാറാക്കിയ അപ്പം ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് പാലിൽ മുക്കി കഴിക്കാം. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നന്ദി. വിശുദ്ധ വാരത്തിലെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് ദുഃഖവെള്ളിയാഴ്ച. ദുഃഖവെള്ളി എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് നഗരി കാണിക്കലാണ്. ഈശോയുടെ ശരീരവുമായി വിശ്വാസികൾ നാട് ചുറ്റി നടക്കുന്ന പ്രദക്ഷിണമാണ് നഗരി കാണിക്കൽ. ഈശോയുടെ ശരീരം വഹിച്ചു കൊണ്ടുപോകുന്ന വാഹനം പലതരം പഴവർഗ്ഗങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത് ഞങ്ങൾ ആശ്ചര്യത്തോടെ നോക്കിക്കാറുണ്ട്. പ്രദക്ഷിണ സമയത്ത് ആലപിക്കുന്ന ഒരു ഗാനമുണ്ട്. ഹൃദയസ്പർശിയായ ആ ഗാനം നമുക്കായി ആലപിക്കുന്നത് ശിവ ടീച്ചർ. ഗാഗുൽത്ത മലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ, ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. മുന്തിരി ഞാൻ നട്ടു നിങ്ങൾക്കായി, മുന്തിരി ചാറൊരുക്കി വെച്ചു. എങ്കിലും ഈ കയ്പു നീരല്ലേ ദാഹശാന്തി എനിക്കു നൽകി. ഗാഗുൽത്ത മലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ, ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. വനത്തിലൂടാനയിച്ചു ഞാൻ
അന്നമായി വിൺമന്ന തന്നില്ലേ. അതിനെല്ലാം നന്ദിയായി നിങ്ങൾ കുരിശല്ലോ നൽകിടുന്നിപ്പോൾ. ഗാഗുൽത്ത മലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. കൊടുങ്കാട്ടിലന്നു നിങ്ങൾക്കായി മേഘദീപ തൂണു തീർത്തു ഞാൻ. അറിയാത്തോരപരാധങ്ങൾ ചുമത്തുന്നു നിങ്ങളിന്നെന്നിൽ. ഗാഗുൽത്ത മലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. രാജചെങ്കോലേകി വാഴിച്ചു നിങ്ങളെ ഞാനെത്ര മാനിച്ചു. എൻ ശിരസിൽ മുൾമുടി ചാർത്തി നിങ്ങളിന്നെൻ ചെന്നിണം തൂകി. ഗാഗുൽത്ത മലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. നിങ്ങളെ ഞാൻ ഉയർത്താൻ വന്നു. ക്രൂശിലെന്നെ തറച്ചു നിങ്ങൾ. മോക്ഷവാതിൽ തുറക്കാൻ വന്നു. ശിക്ഷയായൻ കൈകൾ ബന്ധിച്ചു. ഗാഗുൽത്ത മലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധം എന്തു ഞാൻ ചെയ്തു. കുരിശിന്മേലാണി കണ്ടു ഞാൻ. ഭീകരമാം മുള്ളുകൾ കണ്ടു. വികാരങ്ങൾ കുന്നുകൂടുന്നു. കണ്ണുനീരിൻ ചാലു വീഴുന്നു. ഗാഗുൽത്ത മലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധം എന്തു ഞാൻ ചെയ്തു. മരത്താലേ വന്ന പാപങ്ങൾ
മരത്താലെ മായ്ക്കുവാനായി മരത്തിന്മേലാർത്തനായി തൂങ്ങി മരിക്കുന്നു രക്ഷകൻ ദൈവം. ഗാഗുൽത്ത മലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധം എന്തു ഞാൻ ചെയ്തു. വിജയ പൊൻകൊടി പാറുന്നു വിശുദ്ധി തൻ വെണ്ണ വീശുന്നു. കുരിശേ നിൻ ദിവ്യപാദങ്ങൾ നമിക്കുന്നു സാദരം ഞങ്ങൾ. ഗാഗുൽത്ത മലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. ഇതിനിടയിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. നോമ്പുകാലം പൂർത്തിയാക്കണമെങ്കിൽ അതിൽ കുരിശിന്റെ വഴി വേണം. കുരിശിന്റെ വഴിയിൽ ഈശോ സഹിച്ച വേദനകളും ഈശോ നമ്മെ എങ്ങനെ സ്നേഹിച്ചിരുന്നെന്നും കൃത്യമായി പറയുന്നുണ്ട്. കുരിശിന്റെ വഴിയുടെ ഒരു പുസ്തകം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിറയെ ചിത്രങ്ങളും പാട്ടുകളും പ്രാർത്ഥനകളും. ഈ പുസ്തക പരിചയവുമായി എത്തുന്നത് 6Cയുടെ സ്വന്തം ഹെമു ടീച്ചർ. യേശുവിൻ്റെ പീഡാനുഭവ രംഗങ്ങൾ എന്ന പുസ്തകം വിശുദ്ധ കാതറിൻ എംറിച്ച് എന്ന മിസ്റ്റിക്കിൻ്റെ ദർശനങ്ങളാണ്. ഈശോയുടെ പീഡാനുഭവങ്ങളിലൂടെ ഈ പുസ്തകം നമ്മെ കൊണ്ടുപോകുന്നു. അവനിലൊരു കുറ്റവും കാണുന്നില്ല, അതിനാൽ അവനെ ചമ്മട്ടി കൊണ്ടഴിച്ച് വിട്ടടക്കാം. പീലാത്തോസ് കൽപ്പന നൽകി. അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക എന്ന് ആർപ്പ് വിളിച്ചിരുന്നവർക്കിടയിലൂടെ വലിച്ചിഴച്ച് ഈശോയെ അവർ കൊണ്ടുപോയി. മാറി മാറി പീഡകർ ഉഗ്രകോപത്തോടെ ഈശോയെ പ്രഹരിച്ചു. മുള്ളുകൾ നിറഞ്ഞ കുടുക്കുകളും കീറലുകളുമുള്ള ഒരു വടിയാണ് അവർ അതിനുപയോഗിച്ചത്. ഓരോ അടിക്കും മാംസം ചീന്തി പൊളിഞ്ഞു പോരുന്നുണ്ടായിരുന്നു. നിവർന്നു നിൽക്കാൻ ശക്തിയില്ലാത്ത അവിടുത്തെ ശരീരം കയർ കെട്ടി തൂണിൽ ബന്ധിച്ചു. അവർ ഒരു മുൾമുടി മെനഞ്ഞ് കൂർത്ത മുള്ളുകൾ ശിരസിൽ തുളച്ചു കയറും വിധം അവൻ്റെ ശിരസിൽ ബന്ധിച്ചു. വലിച്ചിഴച്ച് പുറത്തേക്ക് കൊണ്ടുപോയപ്പോൾ ഓശാന പാടിയ ജനക്കൂട്ടം അലറുന്നുണ്ടായിരുന്നു. അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. തനിക്കേൽക്കേണ്ടി വന്ന പ്രഹരങ്ങൾ ദാഹിച്ചു വരണ്ടുണങ്ങിയ ഈശോയുടെ നാവുകളെ ശിരസിലെ മുൾമുടിയിൽ നിന്നൊലിച്ചിറങ്ങിയ രക്തം നനച്ചുകൊണ്ടിരുന്നു. കയ്യഫാസിൻ്റെ സിംഹാസനത്തിൽ വെച്ച് ഉരിഞ്ഞു മാറ്റിയ വസ്ത്രം വീണ്ടും ധരിപ്പിക്കുന്നതിനായി ഈശോയെ തിരികെ അങ്കണമധ്യത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ പടയാളികൾ കുരിശ് യേശുവിൻ്റെ കാൽച്ചുവട്ടിലേക്ക് എറിഞ്ഞു. കുരിശ് വീണുപോകാതിരിക്കുവാൻ അതിൻ്റെ ചുവട്ടിൽ കയർ ബന്ധിച്ച് യേശുവിനെ കൂടാതെ 4 പേർ കുരിശ് നിയന്ത്രിക്കുന്നുണ്ടായിരുന്നു. മുറിവുകൾ നീരുവച്ച് രക്തവും വെള്ളവും ഒലിച്ച് വേദനിച്ച് നഗ്നപാദങ്ങളോടെ മനുഷ്യകുലത്തിൻ്റെ പാപങ്ങൾ പേറി ഈശോ യാത്രയായി. ദുസ്സഹമായ വേദന അനുഭവിച്ച് പരിഹാസങ്ങൾക്കിടയിലൂടെ നീങ്ങിയവൻ്റെ ചുണ്ടുകൾ മനുഷ്യരോടുള്ള സ്നേഹവും പിതാവിനോടുള്ള വിധേയത്വവും വിളിച്ചു പറഞ്ഞിരുന്നു. മർദ്ദനവും പീഡകളും ദയയില്ലാത്ത പട്ടാളക്കാരുടെ തള്ളലും ഈശോ കല്ലിൽ തട്ടി മറിഞ്ഞു വീണു. എഴുന്നേൽപ്പിക്കാൻ അവർ ചമ്മട്ടി കൊണ്ട് ആഞ്ഞാഞ്ഞടിച്ചു. കുട്ടികളും സ്ത്രീകളും ഭയപ്പെട്ട് അലറിക്കരഞ്ഞു.
മകനെ കാത്തുനിന്ന അമ്മ സങ്കടമടക്കാനാവാതെ നിലത്ത് വീണ് കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി സ്വർഗീയ സഹായം അപേക്ഷിച്ചു. 12 മണിയായപ്പോൾ ഈശോ ക്രൂശിക്കപ്പെടേണ്ട സ്ഥലത്ത് കുരിശോടുകൂടെ വീണ്ടും വീണു. പടയാളികൾ അരയിൽ കെട്ടിയിരുന്ന കയറിൽ പിടിച്ച് യേശുവിനെ വലിച്ചു പൊക്കി കുരിശിൻ്റെ കുറിയദണ്ഡ് അഴിച്ചു നിലത്തെറിഞ്ഞു. ഇതാ രാജാവേ, നിനക്കുള്ള സിംഹാസനം എന്ന് പറഞ്ഞ് ഉച്ചത്തിൽ ആർത്തട്ടഹസിച്ചു. കുരിശിൻ്റെ കുറിയദണ്ഡിലുണ്ടായിരുന്ന പഴുതിനു മീതെ കയർ കൊണ്ട് കെട്ടിബന്ധിച്ചു. പടയാളികൾ നെഞ്ചിൽ ചവിട്ടി. നന്മ ചെയ്യുന്നതിന് മാത്രം തുറന്നു പിടിച്ച കൈകളിൽ ആണികൾ അടിച്ചു കയറ്റി. ഘാതകരുടെ അമർത്തിവെച്ച കൈകളുടെ മീതെ കൂടി രക്തം ചീറ്റിയൊഴുകി. മറ്റേ കരം പഴുതിലെത്തുന്നതുവരെ ശക്തിയായി വലിച്ചു നീട്ടിയപ്പോൾ ഈശോയുടെ മാറിടമുയർന്നു, കാലുകൾ ചുരുങ്ങി. ആ ശരീരം വലിച്ചെറിഞ്ഞതുപോലെ കുരിശിലേക്ക് വലിച്ചു നീട്ടപ്പെട്ടു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ എന്നവിടുന്ന് പിതാവിനെ വിളിച്ചു കരഞ്ഞു. പിന്നീട് നീളമുള്ളൊരു ഇരുമ്പാണി ഇരുപാദങ്ങളിലൂടെയും കടത്തി ശരീരം വലിച്ചു നീട്ടി ആണിയടിച്ചു കയറി. ചുറ്റിക വായുവിൽ ഉയർന്നു താണു. ഇതാണ് വേദനയുടെ കാൽവരി. ജീവിതത്തിൻ്റെ കനൽച്ചൂടിൽ നിസ്സഹായരായി ജീവിതത്തിൻ്റെ കുരിശുകൾ വഹിച്ചു തളരുമ്പോൾ ജീവിതം സഹനത്തിൻ്റെ തീച്ചൂളയിലോ കല്ലറയിലെ ശൂന്യതയിലോ അവസാനിക്കാനുള്ളതല്ല എന്ന സന്ദേശം നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ. പുത്തൻപാന എന്നത് മലയാളത്തിലെ ആദ്യകാല ക്രിസ്ത്യൻ ആധ്യാത്മിക കാവ്യങ്ങളിൽ ഒന്നാണ്. ജർമ്മൻ ജെസ്യൂട്ട് സന്യാസിയും കവി ഭാഷാ പണ്ഡിതരുമായ അർണോസ് പാതിരിയാണിത് രചിച്ചത്. കൃതിയുടെ പശ്ചാത്തലം: പുത്തൻപാന 1721 മുതൽ 1732 വരെ കാലത്ത് ക്രെങ്ങണ്ണൂർ ആർച്ച് ബിഷപ്പ് അന്റോണിയോ പിമെന്റലിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് രചിക്കപ്പെട്ടത്. ഈ കാവ്യം യേശുക്രിസ്തുവിന്റെ ജീവിതം മുതൽ പുനരുദ്ധാനവും സ്വർഗാരോഹണവും വരെ വിശദമായി വിവരപ്പെടുത്തുന്നു. പുത്തൻപാനയിൽ 14 പാദങ്ങളുണ്ട്. 12ാം പാദം മാതാവിന്റെ ദുഃഖം ഏറ്റവും ഹൃദയസ്പർശിയായ ഭാഗമായി കണക്കാക്കപ്പെടുന്നു. പാദങ്ങൾ സരപ്പണി വൃത്തത്തിൽ രചിച്ചിട്ടുള്ളപ്പോൾ 12ാം പാദം നാനാനാഥ വൃത്തത്തിലാണ് എഴുതിയിരിക്കുന്നത്. ആചാരപരവും സാംസ്കാരികവും പുത്തൻപാന കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തിൽ പ്രത്യേകിച്ച് ദുഃഖവാരത്തിൽ, ദുഃഖവ്യാഴാഴ്ച, ദുഃഖവെള്ളി, ദുഃഖശനിയാഴ്ച എന്നിവയിൽ പാരായണം ചെയ്യപ്പെടുന്നു. ഹിന്ദുക്കൾക്ക് രാമായണ പാരായണത്തിന് സമാനമായി ക്രിസ്ത്യൻ വീടുകളിൽ പുത്തൻപാന പാരായണം ചെയ്യപ്പെടുന്നത് ഒരു ആചാരമായി നിലനിൽക്കുന്നു. മലയാളി അല്ലാത്തൊരു കവി മലയാളത്തിലെ ഇത്രയും വൃത്തങ്ങൾ കൂട്ടിയിണക്കി രചിച്ച ഗാനം നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ? ഇത് ആലപിക്കാനെത്തുന്നു നമ്മുടെ സ്വന്തം ടീന ടീച്ചർ. അമ്മ കന്യാ മണി തന്റെ നിർമ്മല ദുഃഖങ്ങളിപ്പോ നന്മയാലേ മനസ്സുറ്റു കേട്ടുകൊണ്ടാലും ദുഃഖമൊക്കെ പരവാനോ വാക്കുപോരാ മാനുഷർക്ക് ഉൾക്കനെ ചിന്തിച്ചു കൊള്ളുവാൻ ബുദ്ധിയും പോരാ ഇൻമനുവാ കിൻവശംബോ പറഞ്ഞാലോ കയുമില്ല
കന്യേ തുണയെങ്കിൽ പറയാം അല്പം. സർവമാനുഷർക്കുവന്ന സർവദോഷ തരത്തിനാ സർവനാഥൻ മിശിഹായും മരിച്ച ശേഷം സർവനന്മ കടലോന്റെ സർവപങ്ക പാടുകണ്ടു സർവദുഃഖം നിറഞ്ഞമ്മ പുത്രനെ നോക്കി. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. ഈസ്റ്റർ ആഘോഷങ്ങൾ തുടങ്ങുന്നത് പാതിര കുർബാനയിൽ നിന്നാണ്. രാത്രി വിശ്വാസികൾ ഒരുമിച്ച് ചേർന്ന് ദിവ്യകാരുണ്യം ആചരിക്കുന്നു. ദിവ്യകാരുണ്യത്തിനിടയിൽ ഈശോയുടെ ഉയർപ്പിന്റെ ഒരു ദൃശ്യാനുഭവം എല്ലാ പള്ളികളിലും ഒരുക്കാറുണ്ട്. ആ ഒരു നേർക്കാഴ്ച തങ്ങളുടെ ജീവിതം കല്ലറയിലും സഹനങ്ങളിലും അവസാനിക്കാനുള്ളതല്ല, ഉയർപ്പിലേക്ക് ഈശോയോടൊപ്പം ഒന്നുചേരാനുള്ളതാണെന്നുള്ള വലിയ സാക്ഷ്യം വിശ്വാസികൾക്ക് നൽകുന്നു. അപ്പോൾ നമുക്ക് ഈസ്റ്ററിന്റെ ഒരു മനോഹരമായ സോങ് കേട്ടാലോ? ദൈവതന്റെയും കൂട്ടുകാരും നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ഉയിരിന്നാഥനേ ഉലകിന്നാഥേരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ. ഉയിരിന്നാഥനേ ഉലകിന്നാഥേരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ. ആലംബമെന്നും അഴലാളങ്ങൾ നീന്താൻ നീ എന്ന നാമം പൊരുളേ. എന്റെ മുൾപാതയിൽ ഉൾപ്പൂവു നീ തൂവിടുന്നു. എന്റെ കണ്ണീർ കണം തൂവാല പോൽ മായ്ക്കുന്നു നീ. ഉയിരിന്നാഥനേ ഉലകിന്നാഥിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ വരൂ. ഞാനെന്നൊരീ ജന്മം നീ തന്ന സമ്മാനം ആനന്ദമാം ഉറവേ. ആരാകിലും നിന്നിൽ ചേരേണ്ടവർ ഞങ്ങൾ ഓരോ ദിനം കഴിയേ. കാറ്റിൻ്റെ കാലൊച്ച കേൾക്കുമ്പോഴും നീ വന്ന പോലുള്ളിൽ തോന്നുന്നിതാ. നെഞ്ചു നേരിടുമ്പോഴും എൻ്റെ താളമായി നീ. ആലംബമെന്നും മഴലാളങ്ങൾ നീന്താൻ നീ എന്ന നാമം പൊരുളേ. എന്റെ മുൾപാതയിൽ ഉൾപ്പൂവു നീ തൂവിടുന്നു. എന്റെ കണ്ണീർ കണം തൂവാല പോൽ മായ്ക്കുന്നു നീ. ഉയിരിന്നാഥനേ ഉലകിന്നാഥിയേ ഇരുളിൻ വീതിയിൽ തിരിയായി നീ
ബിഷപ്പിന്റെ മറ്റൊരു സോങ്ങുമായി എത്തുന്നു ആരാധ്യ. നസ്രായനീശോ ഉയർത്തെഴുന്നേറ്റു ഹല്ലേലൂയ പാടാം. നസ്രായനീശോ ഉയർത്തെഴുന്നേറ്റു ഹല്ലേലൂയ പാടാം. മോക്ഷപ്രകാശമായി മിശിഹായുയർത്തപ്പോൾ മോചന സംഗീതം വാനിലും കേട്ടല്ലോ. കല്ലറയിൽ തിരയരുതേ, ഉയർത്തെഴുന്നേറ്റവനെ ജനതകൾ അണിയണിയായി ഹല്ലേലൂയ പാടിടട്ടെ. നസ്രായനീശോ ഉയർത്തെഴുന്നേറ്റു ഹല്ലേലൂയ പാടാം. നസ്രായനീശോ ഉയർത്തെഴുന്നേറ്റു ഹല്ലേലൂയ പാടാം. കാൽവരിയിൽ തീർന്നില്ല കർത്താവിൻ്റെ സ്നേഹം, കുരിശേന്തി വീണില്ല കർത്താവിൻ്റെ നന്മ, പീഡകളാൽ മങ്ങിയില്ല കർത്താവിൻ്റെ ത്യാഗം, ചോരയിൽ മുങ്ങിപ്പോയില്ല കർത്താവിൻ്റെ കരുണ, അതോർത്തു പാടാം കരഘോഷമോടെ. നസ്രായനീശോ ഉയർത്തെഴുന്നേറ്റു ഹല്ലേലൂയ പാടാം. നസ്രായനീശോ ഉയർത്തെഴുന്നേറ്റു ഹല്ലേലൂയ പാടാം. ഗത്സമനിൽ കഥനത്താൽ മങ്ങിയില്ല സ്നേഹം, ദാഹത്താൽ വലയുമ്പോൾ തികയില്ല സ്നേഹം, ചുറ്റുന്ന വൈരികളാൽ വറ്റിയില്ല സ്നേഹം, പകലോന്നും മങ്ങുമ്പോൾ കത്തി നിന്നു ആ സ്നേഹം, അതോർത്തു പാടാം കരഘോഷമോടെ. നസ്രായനീശോ ഉയർത്തെഴുന്നേറ്റു ഹല്ലേലൂയ പാടാം. നസ്രായനീശോ ഉയർത്തെഴുന്നേറ്റു ഹല്ലേലൂയ പാടാം. മോക്ഷപ്രകാശമായി മിശിഹായുയർത്തപ്പോൾ മോചന സംഗീതം വാനിലും കേട്ടല്ലോ. കല്ലറയിൽ തിരയരുതേ, ഉയർത്തെഴുന്നേറ്റവനെ ജനതകൾ അണിയണിയായി ഹല്ലേലൂയ പാടിടട്ടെ. നസ്രായനീശോ ഉയർത്തെഴുന്നേറ്റു ഹല്ലേലൂയ പാടാം. നസ്രായനീശോ ഉയർത്തെഴുന്നേറ്റു ഹല്ലേലൂയ പാടാം. You're listening to Radio Prior, presented by Little Kites, St. Philomena's HSS Kunamav. മതി ദുഃഖവെള്ളിയുടെ പാട്ടൊക്കെ ഒന്ന് നിർത്തിക്കേ. ഈസ്റ്ററിങ് എത്തി. റാപ്പ് സോങ്ങുമായി നമ്മുടെ ബോയ്സ് വെയിറ്റിംഗ് ആണ് കേട്ടാ. അവര് പൊളിക്കുന്ന പറയണത്. ആൽവിനെ എവനെ കേറി വാടിങ്ങിട്ട്. നഞ്ചന്റെ പോക്കറ്റിൽ മഞ്ചന്റെ മുതുകിൽ നന്നായി ജീവിക്കാൻ ഇന്നായിരമുറഹ, മാച്ചിന്റെ ഇടയിൽ റിങ്ങിന്റെ നടുവിൽ എന്തൊരു ഇടിക്കും കൂടായിരമുറഹ. നഞ്ചന്റെ പോക്കറ്റിൽ മഞ്ചന്റെ മുതുകിൽ നന്നായി ജീവിക്കാൻ ഇന്നായിരമുറഹ, മാച്ചിന്റെ ഇടയിൽ റിങ്ങിന്റെ നടുവിൽ എന്തൊരു ഇടിക്കും കൂടായിരമുറഹ. വിശ്വം എൻകാലമെന്നല്ല ഫ്യൂച്ചർ പണ്ട ഞാൻ കണ്ടിട്ടുണ്ടോ? നശ്വം എതിരാളി രോഗം മൊത്തന കണക്കണ തീർന്നിട്ടുണ്ടോ? കേട്ടിന് കരളിൻ നരളിൻ സ്നേഹം വെറുപ്പിന് ഞാനിനി യൂരിന് വാ, എവിടുന്ന് അടിയത് കൊള്ളാം മൈൻഡത് പോരിന് വാ. പറക്കണ കൂടില്ലേത് പറക്കണ കറക്കണ കാറ്റാടി, ടാക്കോളരിക്കത് വെച്ചാലും ഞമ്മൾക്കം മരുതാനാറ്റാടി, ടാക്കിൽ കുത്തിയൊളിച്ചാലും പാത്തവറടിക്കണ ആത്താടി, 1000 കൺവച്ച് നോക്കിയാലും പരാജയം മറക്കണ സാറ്റാടി. ഞാനത്ത് വേഗണം വിസാറ് വേണ്ടി നീ നിസാറുവേ, ഉലകത്തിലുത്തരത്ത് ഒരു കാത്തും കാറുമ്പില് നന്നിട്ടെ ഞാൻ കണ്ടിൻ സായാബ് തോട്ടത്തില്. നഞ്ചന്റെ പോക്കറ്റിൽ മഞ്ചന്റെ മുതുകിൽ നന്നായി ജീവിക്കാൻ ഇന്നായിരമുറഹ, മാച്ചിന്റെ ഇടയിൽ റിങ്ങിന്റെ നടുവിൽ എന്തൊരു വീടിക്കും കൂടായിരമുറഹ. ജസ്നെ ജോഡിയടാ. കുടുംബക്കാരുടെ അസറ്റോ കേൾവിക്കാരുടെ അസറ്റോ
അറബിക്കടലിനൊരുന്തോ അമ്മമ്മ തടഞ്ഞ ചന്തോ ഒരു സെക്കൻഡിൽ ആശം വന്നത് കമ്മിറ്റഡോ പറക്കേണ്ട ഗ്രൂപ്പേലില്ല ഞാൻ ലോകം തേടി സോളോ ട്രാൻസ്മെന്റ് സ്റ്റാൻഡ് ബൈ വന്ന ജൂനിയേഴ്സ് മേക്കിംഗ് സോഫ് എ ജൂനിയേഴ്സ് എ ഹിറ്റ് ആഫ്റ്റർ 2 years നിന്നില വാക്കിലും നന്നില ബുക്കിലും ഉല്ലച്ചത് പറയണോ വാടി ഓക്കെ നിന്നില ബുക്കിലും നിന്നില തോക്കിലും ഉള്ളച്ചത് പറയണോ വാടി എന്റെ വാക്കുമാനം നാനം ധാരിച്ചെങ്കിലും വാക്കുകളെ അവർ ഹൃദയം ധാരിച്ചെങ്കിലും നാളെ ഈ മണ്ണിൽ കിടന്നു മരിച്ചെങ്കിലും ഞാൻ ജീവിച്ചത് എന്റെ ഹൃദയത്തിലാ കേരളത്തിലാണ് ഞാൻ ജനിച്ചതെങ്കിലും ആടവെടുത്തൊക്കെ ജയിച്ചെങ്കിലും നാളെ ഈ മണ്ണിൽ കിടന്നു മരിച്ചെങ്കിലും ഞാൻ ജീവിച്ചത് എന്റെ ഹൃദയത്തിലാ നെഞ്ചന്റെ പോക്കറ്റിൽ പഞ്ഞന്റെ മുതുകിൽ നന്നായി ജീവിക്കാൻ 1000 മുറഹ മച്ചിന്റെ ഇടയിൽ റിങ്ങിന്റെ നടുവിൽ എന്തൊരു മിടിക്കും കൂടെ 1000 മുറഹ പുതിയ കുച്ചവളെ പച്ച പരിഷ്കാരി പച്ച മലയാളി ഭൂഷ മോതലാളി മദ്യം മധുരാശി വായെടുത്താൽ വയാളി വാക്കെടുത്താൽ വക്കത്തി ബോലെടുത്താൽ ബോരാളി തോക്കെടുത്തിട്ട് പച്ചിക്കത്തെ മോരട്ട് സിംഗിൾ പക്ഷിങ്കാരി മേരട്ട് സിംഗിൾ അച്ചിക്കരി മേരട്ടത്തുള്ള മേരട്ടുള്ള മോരട്ട് സിംഗിൾ അച്ചിക്കാരി മോരട്ടത്തുള്ള നീലക്കണ്ണ തരന്തുള്ള പെണ്ണക്കണ രാജവമ്പല മേരടുത്തേക്കുള്ള മോരട്ട് സിംഗിൾ Come back to the game, പച്ച പരിഷ്കാരി പുഷിയ നെയിം ട്രിപ്പിളത്തെ സുതാരിക്കല ട്രിപ്പിൾ നെയിം 20th ക്യാരറ്റ് നമ്മൾ ഈശായ പുഷുമ്പോ പിള്ളേർ ചെക്കുമ്പോ എന്താണ് ചേട്ടന്റെ എയിം നമ്മളെ പള്ളി കുടുംബനും പാടും വരമ്പനും പാടും പാടിയത് എത്ര കാലം മണ്ട സീറ്റ് എടുത്തിട്ട് റാപ്പടിച്ചപ്പോ തീപ്പൊരി ചെറുമൂട്ടിലും പിന്നെ നേരം കൊണ്ടൊരു മാതിരി കാറ്റടിച്ചപ്പോ കാട്ടുത്തി കമ്പ് തിരിയിലാത്തിരി തീ പിടിച്ചപ്പോ തീ കൊടുത്താൽ ഉല്ലാസ പൂത്തിരി പച്ച പരിഷ്കാരി വച്ച മലയാളി ഭൂഷ മോതലാളി മദ്യം മധുരാശി വായെടുത്താൽ വയാടി വാക്കെടുത്താൽ വക്കത്തി ബോരെടുത്താൽ ബോരാളി തോക്കെടുത്തിട്ട് പച്ചിക്കന് നാദം കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ. ഇന്നലകളിൽ നിന്ന് പഠിക്കുക, ഇന്നിൽ ജീവിക്കുക, നാളെയെക്കുറിച്ച് പ്രതീക്ഷിക്കുക. ഇത്തിരി ദൂരത്തു നിന്ന് ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു ശുഭദിനം. ഒരിക്കൽ കൂടി ഈസ്റ്റർ ആശംസകളോടെ ഹെമി ടീച്ചറിനോടൊപ്പം 6C സ്റ്റുഡൻസ്. ഞാൻ എലീന ബേസ്ലിൻ സൈനിങ് ഔട്ട്. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം കൂനമ്മാവിൻ നാദം കുഞ്ഞുങ്ങൾ തന്നാദം റേഡിയോ പ്രിയോർ റേഡിയോ പ്രിയോർ. കളകളമൊഴുകി വരും കുളിരലയിൻ നാദം അലകടലിൻ ആഴങ്ങളിൽ നിന്നുയരും നാദം കൂനമ്മാവിൻ